അപ്പം ഇങ്ങനത്തെയുള്ള പെണ്ണുങ്ങളെയൊക്കെ മുളയിലേ നുള്ളിക്കളയും. ഇവൾക്ക് വേണ്ട നടപടി, വേണ്ട ശിക്ഷ ഇവൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. കേസ് തെളിയിച്ചോ, എൻ്റെ കരുത്ത് വെട്ടാൻ ഞാൻ റെഡിയാ. ആരോ ഭയങ്കരമായിട്ട് കോൺഫിഡൻസും കൊടുത്ത് ക്യാഷും കൊടുത്തു, ഞങ്ങൾ നോക്കിക്കോളാം, ഡോൺ വറി, ആ ഒരു ധൈര്യത്തിലാണ് അവർ ഇറങ്ങിയേക്കുന്നത്. പിന്നെ പരാതിക്കകത്ത് എഴുതിയേക്കുന്നത് ഞാനൊരു ഡ്രൈവറിനെ കൊന്നിട്ടുണ്ടെന്നാണ്. ഭീഷണിയും തലവെട്ടും അതങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇവരെന്തുകൊണ്ട് ഒളിച്ചു വെക്കുന്ന ഈ കേസ്? വെയ്യടാ ഫോൺ എന്ന് പറഞ്ഞു. ആരും വിളിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഹേമ കമ്മിറ്റിന്നോ WCCന്നോ ആരും വിളിച്ചിട്ടില്ല ഇന്ന് ഈ നിമിഷം വരെ. പലരും പീഡിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പുള്ളിക്കാരത്തി കണ്ട് അവരെ കൊടുക്കുകയല്ല, മര്യാദക്ക് അന്ന് തന്നെ പീഡിപ്പിച്ചതിനുള്ള പൈസ തന്നു, അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ പേരൊക്കെ പറയും. 25 lakhs വരെ ഓഫർ ചെയ്താ കേസ് പിൻവലിക്കാനൊന്നും തയ്യാറായില്ല. ചേച്ചി എന്നെ ഒരാൾ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ നാളെ ഓടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാ, എന്ത് പറ്റി? SP-ക്ക് ലെറ്റർ അയച്ചു, DGPക്ക് ലെറ്റർ അയച്ചു, പിന്നെ ചീഫ് മിനിസ്റ്റർക്ക് അയച്ചു. ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് പ്രൈം മിനിസ്റ്റർക്ക് അയച്ചു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും അത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും. ചേച്ചി, അപ്പം നമ്മുടെ ഈ ഒരു മലയാള സിനിമയെ തന്നെ അട്ടിമറിച്ചൊരു കേസ് കൊടുക്കുന്നതായിരുന്നു ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് ചേച്ചിക്ക് ഉണ്ടായ ദുരനുഭവങ്ങളെല്ലാം ചേച്ചി കൊടുത്തു കേസായിട്ട്. പക്ഷേ ഇതിപ്പോൾ ഇപ്പോൾ പിൻവലിക്കുമ്പോഴത്തേന് അത്രയും വിവാദമായൊരു കേസാണ്. അപ്പോൾ അത് പിൻവലിക്കാൻ എന്താണ് ശരിക്കും കാരണം? പിൻവലിക്കാന്ന് വെച്ചാൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും SITയുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് ധൈര്യമായിട്ട് മുൻപോട്ട് വന്നത്. ഇത് 15 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അത് ഞാൻ ഇതുവരെയായിട്ട് റിവീൽ ചെയ്യാനോ ഡിസ്ക്ലോസ് ചെയ്യാനോ ഒന്നും തയ്യാറായില്ല. കാരണം എനിക്ക് 2 ചെറിയ കുട്ടികളായിരുന്നു, എനിക്ക് അവരുടെ എഡ്യൂക്കേഷനായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞാൻ ഈ കേരള വിട്ട് തന്നെ പോയി. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണോ, ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണമല്ലോ. അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ ഒരാൾ ഒന്ന് റിയാക്ട് ചെയ്താലല്ലേ. അപ്പം ഞാൻ ധൈര്യമായിട്ട് ഈ കേസിനോട് വന്നത്. അപ്പം ഗവൺമെൻറ് നമുക്ക് സപ്പോർട്ടുണ്ട്, SIT സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പോക്സോ കേസ്, കള്ളക്കേസ് വരുന്നത്. ആ കേസ് വന്നപ്പോൾ എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്താൽ പിടിച്ചാൽ മതിയല്ലോ. ഓക്കെ, കേസിൻ്റെ വഴിക്ക് പോട്ടെ, അന്വേഷിക്കട്ടെ. എന്നിട്ട് അപ്പോൾ കുറേ നാളായിട്ട് എന്നെ ഈ കേസിൻ്റെ കെയറോഫിൽ ഒന്നും ഒരു പോലീസും വിളിക്കുന്നില്ല. അതേസമയം ഈ കുട്ടീനെ അക്കറൻസ് എവിടെ നടന്ന ചെന്നൈയിൽ, അവിടെ തെളിവിന് വേണ്ടി കൊണ്ടുപോയി എന്നൊക്കെ അറിയുന്നു. പക്ഷേ ഇതിനെക്കൂടെ നമുക്കൊരു അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നില്ല, തെളിവൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവരത് ഈ കേസ് അങ്ങ് മൂടി വെക്കുന്നതല്ല. ഇത്രയും വലിയ ഒരു അലിഗേഷൻ, ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് പിന്നെ അങ്ങ് മൂടി വെക്കുന്ന ആളെ സേവ് ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ കള്ളം പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ കേസിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് ഞാൻ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ വിളിക്കുന്നു, അവർ റെസ്പോണ്ട് ചെയ്യണില്ല. പിന്നെ ഞാനൊരു കൗണ്ടർ കംപ്ലയിൻറ്റ് കൊടുത്തു നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ. ഇതിന് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, ഇത് കള്ളക്കേസാണ്. കാരണം എൻ്റെ എല്ലാ പ്രൂഫും ഉണ്ട്. ഞാനാണ് ഇവർക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്തത്. 3 ദിവസം അവർ വന്നുള്ളൂ. 3 ദിവസവും ഞാൻ ലൊക്കേഷനിലാണ്. അപ്പോൾ ആ ലൊക്കേഷനിലെല്ലാം പ്രൂഫാണല്ലോ. അപ്പോൾ തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് നെടുമ്പാശ്ശേരിയിൽ കൊടുത്തപ്പോൾ അവരത് മൂവാറ്റുപുഴയൊക്കെ ഫോർവേഡ് ചെയ്തു. പിന്നെയും എനിക്ക് ഒരു അപ്ഡേറ്റ്സും കിട്ടാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, SP-ക്ക് ലെറ്റർ അയച്ചു, DGPക്ക് ലെറ്റർ അയച്ചു, പിന്നെ ചീഫ് മിനിസ്റ്റർക്ക് അയച്ചു. ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് പ്രൈം മിനിസ്റ്റർക്ക് അയച്ചു. ദിസ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആൻഡ് പ്ലീസ് ടേക്ക് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ. ഐ നീഡ് ജസ്റ്റിസ്, നോ. അപ്പോൾ ഇത്ര നാളായിട്ട് എനിക്ക് ആ കേസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം എനിക്കിപ്പോൾ എന്താ വേണമെന്ന് വെച്ചാൽ ആ പോക്സോ കേസിനെ വെച്ച് നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ എടുത്തിട്ട് എന്തെല്ലാം മാൽ പ്രാക്ടീസസ് അവർ ചെയ്തെന്നറിയോ? അത് എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രശ്നമല്ല. അപ്പം അതുകൊണ്ട് ഈ കള്ളക്കേസ് എന്തായാലും എനിക്ക് തെളിയിക്കണം, എനിക്ക് ജസ്റ്റിസ് വേണം, എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അതുകൊണ്ട് ഗവൺമെൻറ് തീർച്ചയായിട്ടും, ഞാൻ ഗവൺമെൻറ്റിൻ്റെയും സമൂഹത്തിനും വേണ്ടിയും നാളെ ഒരു നല്ല വെൽഫെയറിനും വേണ്ടി, പെൺകുട്ടികളെ ഇനി ആരും ചൂഷണം ചെയ്യാൻ പാടില്ല, ആരും നാളെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോട് ചോദിക്കാൻ പാടില്ല, എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ. അതായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ. ആ ഒരു ധൈര്യത്തോടുകൂടി നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഗവൺമെൻറ്റാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എൻ്റെ റെപ്യൂട്ടേഷനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം നമ്മളൊരു തെറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെയൊന്നും നമ്മൾ മുമ്പോട്ട് വരാനുള്ള ധൈര്യം ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ ഒരു ഇല്ലീഗൽ പ്രാക്ടീസസ് ഒന്നും ചെയ്യാത്തോണ്ടല്ലേ ഇപ്പോൾ ധൈര്യമായിട്ട് വന്നേ. അങ്ങനെ വരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ഒരു പോക്സോ എന്ന് പറയുമ്പം ഗവൺമെൻറ് തന്നെ ഒന്ന് തിങ്ക് ചെയ്യണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവർ നോക്കണം. ലോജിക്ക്, എല്ലാവർക്കും ഒരു ലോജിക്കുണ്ടല്ലോ. അപ്പം എന്താണ് മിനു? ഞാൻ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ഈവൻ ദോ ഐ ആം നോട്ട് ആക്ടിങ് ഇൻ മൂവി ആൾസോ, ഐ ആം ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ. ആൻഡ് വാട്ട് അബൌട്ട് ദാറ്റ് ഗേൾ? അവളുടെ ഹിസ്റ്ററി എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അവൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊന്നും അറിയില്ല. അപ്പം ഇതൊന്നും അന്വേഷിക്കാതെ വെറുതെ അങ്ങ് പോക്സോ കേസ് നടന്ന ഉടനെ അങ്ങ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം നല്ലതല്ല. ആദ്യം ആ കേസിനെ കുറിച്ച് നന്നായിട്ട് തറവായിട്ട് പഠിച്ചതിന് ശേഷം വേണം കേസൊക്കെ ഇടാൻ. എന്നിട്ട് വേണം
അതെ. അപ്പം എനിക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ കേസ് പോക്സോ കേസിനെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള അന്വേഷണം വേണം, ആ കുട്ടിക്ക് വേണം, അതിനുള്ള നടപടി, അത് അടിയന്തരമായിട്ടുള്ള ഒരു നടപടി ഇപ്പോൾ ഈ പോക്സോ കേസിന് എടുക്കണം. അത് ഞാനൊരു 3 ദിവസം ഞാൻ കൊടുക്കുന്നത്, 3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ ഇതുവരും കംപ്ലയിൻറ്റ് വിത്ഡ്രോ ചെയ്തിട്ടില്ല. 3 ദിവസം എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ ഐ വിൽ പ്രൊസീഡ് ദ കേസ്. ഈ പ്രൊമിനൻ്റ് ആക്ടേഴ്സിനെ കുറിച്ചുള്ള എല്ലാം പ്രൊസീഡ് ചെയ്യും. ഓക്കെ. ചേച്ചിക്ക് അപ്പം ഇതിനകത്തുനിന്ന് ശരിക്കും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്നും പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടിയും റെസ്പോൺസസും കിട്ടാത്തത് കൊണ്ടാണോ ഇത് പിൻവലിക്കുന്നത്? അതെ അതെ അതെ. ഇങ്ങനെ ഒരു ഡാമേജ് എൻ്റെ റെപ്യൂട്ടേഷൻ എനിക്ക് ഉണ്ടായില്ലേ, ഇത്രയും എന്നാ വലിയ ഡാമേജ് ഉണ്ട്. അതിനെതിരെ ഇവരെന്താണ് കറക്റ്റ് ആക്ഷൻ എടുക്കാത്തത്? ഇവരെന്തുകൊണ്ട് ഒളിച്ചു വെക്കുന്ന ഈ കേസ്? എന്താ ഒളിച്ചു വെക്കുന്നത്? അവർ എവിഡൻസിനുണ്ട്, എവിഡൻസ് ഒന്നും കിട്ടിയില്ല, അതെന്താ പുറത്തൊന്നും പറയാത്തത്? അപ്പം അതുകൊണ്ട് എനിക്ക് ഈ കേസിനെ കുറിച്ചുള്ള സ്റ്റാറ്റസ് അറിയണം എന്താണ്. തീർച്ചയായിട്ടും ഈ കള്ളക്കേസിനെതിരെ നടപടി എടുക്കുവാണെങ്കിൽ ഭാവിയിൽ ഇനിയും ഇതുപോലെ കള്ളക്കേസ് കൊണ്ട് ഒരു പെണ്ണോ ഒരു ചെറുക്കനോ വരാൻ പാടില്ല. മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് ബ്ലർ അടിക്കുന്ന വെച്ചിട്ടുണ്ട്, ചുമ്മാ വായി തോന്നുന്നൊക്കെ വന്ന് പറയുന്നത് എന്തുമാത്രം നിരപരാധികൾ, എത്ര പേര് ഇപ്പോൾ ജയിലിലുണ്ടാവും. അപ്പം ഇങ്ങനത്തെയുള്ള പെണ്ണുങ്ങളെയൊക്കെ മുളയിലേ ഞുള്ളിക്കളയണം. ഇവൾക്ക് വേണ്ട നടപടി, വേണ്ട ശിക്ഷ ഇവൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ തെളിയിക്കട്ടെ, കേസ് തെളിയിച്ചോ, എൻ്റെ കരുത്ത് വെട്ടാൻ ഞാൻ റെഡിയാ. തെളിയിക്കുക കേസ്. എനിക്ക് ABCD അറിയത്തില്ലാത്ത കേസിനെ കുറിച്ച് ഈ കേസ് പോക്സോ കേസാണോ ഞാൻ വിടത്തില്ല. കാരണം ഗവൺമെന്റ് എൻ്റെ കൂടെ നിൽക്കണില്ല. അവരല്ലേ എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അവർ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. ഇത് ഇത്രയും ഉറപ്പിച്ച് ഇത് ഒരു കള്ളക്കേസാണ്, ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് പറയാൻ എന്താ കാരണം? കാരണം ഞാൻ ആ 3 ദിവസവും ഞാൻ അവിടെ ഇല്ല, ഞാൻ ലൊക്കേഷനിലായിരുന്നു. ഈ 2ാമത്തെ ദിവസമാണ് ഈ കുട്ടി പറയുന്നത്, 2ാമത്തെ ദിവസമാണ് മാക്സ് സെക്സ് മാഫിയെ കൊണ്ട് വിറ്റു എന്ന് പറയുന്നത്. ഈ 2ാമത്തെ ദിവസം എൻ്റെ മക്കളുടെ കൂടെ ബീച്ചിലും ഷോപ്പിംഗ് മാളിലൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. തെളിവുകളെല്ലാം ഉണ്ട്. എന്തൊക്കെ തെളിവുകളാണ് കയ്യിലുള്ളത്? ഒന്ന്, ഈ കുട്ടി 2ാമത്തെ ദിവസം കറങ്ങുന്ന ഷോപ്പിംഗ് മാളിൽ കറങ്ങുന്നതൊക്കെ. 2, ഞാൻ ഏത് ലൊക്കേഷനിലായിരുന്നു എന്നുള്ളത്. 2ാമത്തെ ദിവസം ഞാൻ പോയപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ ഇങ്ങോട്ട് പോയി, ഷോപ്പിംഗ് മാളിലും ബീച്ചിലും പോയപ്പോഴത്തേക്ക് ഇതിൻ്റെ അമ്മ, ഈ കുട്ടിയുടെ അമ്മ എന്നൊരാൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ അമ്മ പറഞ്ഞു, നിൻ്റെ ഷൂട്ടിംഗ് കാണാൻ ഞാനൊന്ന് വന്നോട്ടെ. ഇവരെൻ്റെ കൂടെ ലൊക്കേഷനിൽ വന്നു അമ്മ. എന്നിട്ട് ഈ അമ്മയെ ഞാനും 8 മണിക്കാണ് വരുന്നത്. 8 മണിക്ക് വന്നതിന് ശേഷമാണ് ഈ പിള്ളേർ ബീച്ചിൽ നിന്നൊക്കെ വരുന്നത്. അപ്പം ഈ അമ്മേനെ ലൊക്കേഷനിൽ കണ്ട ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അത് തന്നെ അത് തന്നെ പ്രൂഫ്. അപ്പം ചേച്ചിക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കളും ആ കുട്ടിയൊക്കെ ചേർന്നായിരിക്കുമല്ലോ കേസ് കൊടുക്കുന്നത്. അപ്പൊ ഇവര് എങ്ങനെ മുൻപോട്ട് വരാനുള്ള ധൈര്യം വന്നു? അല്ലെങ്കിൽ ഇങ്ങനെ അവർക്ക് കാശ് കൊടുത്തു, ആരോ ഭയങ്കരമായിട്ട് കോൺഫിഡൻസും കൊടുത്തു, ക്യാഷും കൊടുത്തു, ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഡോൺ വറി, ആ ഒരു ധൈര്യത്തിലാണ് അവർ ഇറങ്ങിയേക്കുന്നത്. പക്ഷെ പോലീസ് ഇങ്ങനെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോകുന്ന അവർ ഓർത്ത് കാണത്തില്ലായിരിക്കും. ഞാൻ പറയാം, നമുക്കൊരു മെന്റൽ ട്രോമ ഉണ്ടാകുന്ന ഒരു കേസ് എവിടെ ഉണ്ടായാലും, എത്ര ചെറിയ വയസ്സ്, അത് മറക്കുമോ? മോള് മറക്കുമോ? മോളെ ആരെങ്കിലും ഒരു സെക്സ് മാസ് കൊണ്ട് കൂട്ടി കൊടുത്തു, അത് മരണം വരെ ആ സ്പോട്ട് മറക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എൻ്റെ ഫ്ലാറ്റ് എന്തുകൊണ്ട് ഓർത്തില്ല, ഏത് ഹോട്ടലിലാണ് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. അതറിയണ്ടേ, അത് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ ആ കള്ളം തെളിയിക്കണം. എനിക്കതാ വേണ്ടത്. ആ കുട്ടി എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ. പിന്നെ ആ കുട്ടി ആ പരാതിക്കകത്ത് എഴുതിയേക്കണം, ഞാൻ എഡ്ഗോയുടെ മാനേജറാണ്, എഡ്ഗോ കമ്പനിയിലെ മാനേജറാണ്. ഇതുപോലും പോലീസ് അന്വേഷിച്ചില്ല. ആ കുട്ടി അവിടെ വർക്ക് ചെയ്യുന്നില്ല, മാനേജറായിട്ട്. അപ്പോൾ ഫുൾ തട്ടിപ്പാണ്, പോലീസുകാരെ വരെ തട്ടിപ്പാണ്. അപ്പം ഇതുപോലും അന്വേഷിക്കുകയാണ് കേസ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഈ കേസ് കറക്റ്റായിട്ട് അതിനകത്ത് പിന്നെ പരാതിക്കകത്ത് എഴുതിയേക്കുന്നത് ഞാനൊരു ഡ്രൈവറിനെ കൊന്നിട്ടുണ്ടെന്നാ. കൊല്ലുക പാറ്റായ ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് വെച്ചാൽ അപ്പം അതൊന്നും അന്വേഷിക്കണില്ലേ? അപ്പം അതെല്ലാം എനിക്ക് അന്വേഷിക്കണം. ഏത് ഡ്രൈവറിനെയാണ് പറയണം, ആ കുട്ടി പറയണം. അത് തെളിയിക്കാതെ ഞാൻ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് ഇനി ഞാൻ ഗവൺമെൻറ്റിൻ്റെ കൂടെയില്ല. അതുകൊണ്ട് ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഈ കേസെല്ലാം ഞാൻ പിൻവലിക്കുന്നു, എല്ലാവരും രക്ഷപ്പെട്ടോട്ടെ. പക്ഷെ ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ്, കാരണം നമ്മുടെ സിനിമാ മേഖലയിലെ പ്രമുഖരെ അതിലും സ്ട്രോങ് ആയിട്ടുള്ള കേസാണ് ഇത്. ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊണ്ട് കൂട്ടിക്കൊടുത്തതല്ലേ, ഇവരെക്കാളും കൂടിയ കേസാണ് ഇത്. അപ്പൊ ഇത് ആദ്യം തീർക്കണം. പക്ഷെ ഇവിടെ ഈ കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കേസ്, കാരണം സിനിമാ മേഖലയിലെ പ്രമുഖരെ പോലും പേടിപ്പിച്ച് നിർത്തിയിട്ടൊരു കേസാണ്, അവരൊക്കെ ഒളിവിൽ പോവുകയൊക്കെ ചെയ്തിട്ടൊരു കേസാണ്. അപ്പൊ ആ കേസ് പിൻവലിക്കുമ്പോഴത്തേക്കിന് ചേച്ചിക്കെതിരെ പല ആക്ഷേപങ്ങളും ഉയർന്നു വരില്ലേ? ഉയർന്നോട്ടെ, എനിക്ക് എവിടെ കേൾക്കാൻ പോണു? അവരിനി പറയാത്തത് വല്ലതും ഉണ്ടോ? നീ എന്താ അവർ പറയാത്തത്? ഈ ഒരു പോക്സോ കേസ് ആരെങ്കിലും എല്ലാവരും എന്നെ ഐസൊലേറ്റ് ആക്കി.
ഈ പോക്സോ കേസ് വന്നപ്പോൾ ഇനി ഒരു കണക്കിന് സത്യാവസ്ഥയാണോ എന്നാൽ നമുക്ക് അറസ്റ്റ് ചെയ്യുന്നത് കാണാം. ഈ അറസ്റ്റ് ചെയ്യുന്നത് കാണാനാണ് എല്ലാവരും ഇരുന്നത്. എനിക്കൊരു സാരമില്ല ഡോൺ വറി എന്നൊരു വാക്ക് പറയാൻ ഒരാളും ഇല്ലായിരുന്നു. ഈ പറഞ്ഞ മീഡിയയൊക്കെ ഭയങ്കര ആഘോഷത്തോടെ മുന്നോട്ട് വന്നു. ഇങ്ങനെ ഒരു പോക്സോ കേസ് വന്നപ്പോൾ എല്ലാവരും പുറകോട്ട് മാറി. അപ്പം ജനങ്ങൾ പോലും നമുക്കൂടെ ചേച്ചി പേടിക്കണ്ട ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാം ഓരോരുത്തരും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ? പിന്നെ ആക്ഷേപമാണ്, എനിക്ക് 2 മണ്ണാൻ കിട്ടിയ ആക്ഷേപത്തിൽ. ഇത് ഒത്തുതീർപ്പാക്കി എന്നുള്ളൊരു ആക്ഷേപമല്ലേ മെയിനായിട്ട് വരാൻ പോകുന്നത്? ഈ പോക്സോ കേസ് ശരിയാക്കാൻ ഞാൻ നിൽക്കാമല്ലോ. പോക്സോ കേസ് റെഡിയാക്കാൻ ഞാൻ നിൽക്കും കൂടെ. ഇത് പ്രൊസീഡ് തന്നെ ചെയ്യും കേസ്. പക്ഷെ ഈ 2 കേസുകളും പാരലി കൊണ്ടുപോയി കൂടെ? അല്ല, അപ്പൊ എന്താണ് ഇതിന്റെ തെളിവ് കിട്ടിയിട്ടില്ല? അത് തന്നെ കള്ളക്കേസായില്ലേ? തെളിവ് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കുട്ടീനെ ആരും ഇത് ചെയ്യാത്തത്? മീഡിയക്കാരൊന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ലല്ലോ. എവിടെ കൊണ്ട് ചോദിക്കണം, മോളുടെ കേസ് എവിടെ വരെയായി? മീഡിയയ്ക്ക് ചോദിക്കാമല്ലോ, കേസ് എവിടത്തോളം എത്തി. അപ്പോൾ അത് പറയാം എന്നെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ ആ വർത്തമാനത്തിൽ തന്നെ അറിയാമല്ലോ. ഇപ്പം ഈ കേസുകളൊക്കെ വന്നതിന് ശേഷം ചേച്ചിക്ക് ഒരുപാട് ഒത്തുതീർക്കണം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണി കോളുകളൊക്കെ വന്നിട്ടുണ്ടോ? ഭീഷണിയും തലവെട്ടും അങ്ങനെയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അതൊന്നും ഞാനൊന്നും മെയിൻ ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ പേടിക്കുന്ന ഒരാളൊന്നുമല്ല. ഇപ്പം ഈ പോക്സോ കേസിൻ്റെ കാര്യത്തിലും ആദ്യം എനിക്കൊന്നും തോന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത്രയും ഡിലേ ആയതുകൊണ്ട് എന്തുകൊണ്ട് ഇത് മറച്ചു വെക്കുന്നു? ഇത് പുറത്തു കൊണ്ടുവരണം. എനിക്ക് ജസ്റ്റിസ് വേണം. എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു എന്താണ് ചീഞ്ഞ തക്കാളി തലയിൽ വെച്ചിരുന്ന മുമ്പോട്ടുള്ള യാത്രക്ക് ഞാനില്ല. ഐ വാണ്ട് ടു റിമൂവ് ദാറ്റ്. ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞു ആ പോക്സോ കേസ് കള്ളക്കേസാണെന്നുള്ള കാര്യം. ഇപ്പൊ ചേച്ചി കൊടുത്തൊരു കേസ് മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇത് തന്നെയാണ് പറയുന്നത്, കള്ളക്കേസാണെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ തെളിയിച്ചു. എൻ്റെ തെളിവുകളുണ്ട്. ഞാൻ മഹസറിന് എൻ്റെ ആ പോയിന്റും എല്ലാം കൊണ്ട് കാട്ടിക്കൊടുത്തു പോലീസുകാർക്ക്. മനസ്സിലായോ? അതുപോലെ ഈ കുട്ടിക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവർക്ക് കള്ളക്കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അതിനുള്ള തെളിവുണ്ട്. ഞാൻ കൊണ്ട് കറക്റ്റ് ആ മഹസർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് സംഭവം നടന്നതെന്നൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസുകാരുടെ അടുത്ത് നടന്ന ഓരോ കാര്യങ്ങളോ. പക്ഷെ ഇത്രയും തെളിവുകൾ കൊടുത്തിട്ടും ഒരു അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് ഒരു പൊളിറ്റിക്സോ എന്തുകൊണ്ട് കാശിന്റെ പറയുന്നത് നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അത് കോടതിയിൽ വരുമ്പോൾ നമുക്കറിയാം അതെങ്ങനെയാണെന്ന്. പക്ഷെ ഈ കുട്ടി തെളിവ് പോലും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഈ പരാതികളൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പൊ 2 കൂട്ടരുടെ ഭാഗത്തും പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരുണ്ട്. എങ്കിൽ പോലും കൂടുതലായിട്ടും ചേച്ചി എങ്ങനെ ഒരു മോശപ്പെട്ട സ്ത്രീ ആയിട്ടൊക്കെ ചിത്രീകരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. സാധാരണ ജനങ്ങളെല്ലാം എൻ്റെ കൂടെ തന്നെയാണ്. സാധാരണ ജനങ്ങൾ ഈ സാസിക എന്നൊക്കെ പറഞ്ഞ നടികളൊക്കെ എന്തിനും റെഡി ആയിട്ടിരിക്കുന്നതൊക്കെ അവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് കാശിന് വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ കാശിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ ഞാനിപ്പം എനിക്ക് മലയാള സിനിമയിലെ അമ്മയിലെ അസോസിയേഷൻ മെമ്പർഷിപ്പൊക്കെ എനിക്ക് ഉണ്ടായിരിക്കും അല്ലേ, അങ്ങ് പോകാം. പക്ഷെ ഇതിനിടയ്ക്ക് ചെറിയൊരു ആരോപണം പോലൊക്കെ വന്നിരുന്നു, പൈസ ചോദിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ആ ഇഷ്യൂ, ആ പൈസ ചോദിച്ചിട്ടായി അതിൽ അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം മുകേഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ലി ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മിക്കപ്പോഴും പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അമ്മിനൊന്ന് ഞാൻ ചെന്നൈ വരുന്നുണ്ട്, അങ്ങനെ ഇരിക്കും. പെട്ടെന്ന് എനിക്കൊരു മോളുടെ ഫീസ് അടയ്ക്കാൻ പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ പൈസക്കാരും ചോദിക്കാൻ മറിക്കാൻ. ഇപ്പം ഞാൻ എൻ്റെ ഇത് വെക്കാം ഒരു 25,000 ഉണ്ടായിരിക്കും. ഇപ്പോൾ മോളോട് പറഞ്ഞ് ഞാൻ ചോദിച്ചിരിക്കും ഒന്ന് മറിക്കാൻ, നാളെ അങ്ങ് തന്നിരിക്കും. അങ്ങനെ ഒന്ന് ചോദിച്ചത് പോലും പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. ആ ഒരു ഞാൻ പറഞ്ഞത് പൈസ തരാത്തതിൻ്റെ അല്ല, ഒരു ചെറിയ ഹെൽപ്പ് പോലും ചെയ്യാൻ മനസ്സില്ലാത്ത ഒരാളാണ്, അത്രയും ക്രൂരനാണെന്നാണ് ഞാൻ മുകേഷിന് പറഞ്ഞത്. ഇപ്പം ഇതിന് ശേഷവും ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ MLA-ക്കെതിരെയും ചേച്ചി ഒരു ആരോപണം ഉന്നയിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തു. അപ്പം അതിന് കൊടുക്കാനൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നില്ലേ? എന്തിനാ പേടിക്കുന്ന? നമ്മൾ കാര്യമുള്ളതല്ല പറയുന്നത്. അതിൽ പേടി എന്താ? മുഖ്യമന്ത്രിയാണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും തെറ്റെപ്പോഴും തെറ്റ് തന്നെ, ക്രൈം തന്നെ അല്ലേ? അതുകൊണ്ട് ഇപ്പൊ ഈ ഇങ്ങനൊക്കെ നിൽക്കുമ്പോഴും ഈ ഭീഷണി കോളൊക്കെ വരുമ്പോഴും ചേച്ചി അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? വെയ്യടാ ഫോൺ എന്ന് പറയും, വെയ്യടാ ഫോൺ കട്ടി നമ്മളെ കൂടുതൽ കേൾക്കാൻ നിൽക്കുന്നത്. ഇപ്പൊ ശരിക്കും ഇപ്പൊ ഈ പരാതി പിൻവലിച്ചിട്ടില്ല, പക്ഷെ പരാതി പിൻവലിക്കുന്നൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ പിൻവലിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അല്ലേ? പിൻവലിച്ചില്ല. 3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. എനിക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിപ്ലൈ കിട്ടുന്നോളം വരെ. ഈ പോക്സോ കേസിൻ്റെ കാര്യത്തിൽ എന്താണ് എനിക്ക് പോസിറ്റീവ് റിപ്ലൈ കിട്ടുന്നത്, അതിൻ്റെ കേസിൻ്റെ സ്റ്റാറ്റസ് എന്തായി എന്നൊക്കെ. അത് ആരും എന്നെ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ ഞാനൊരു ഇമെയിൽ അങ്ങ് അയക്കും. ഫിനിഷ് ചെയ്യും, എല്ലാം ഫിനിഷ് ചെയ്യും. അത് ആൾക്കാർ എന്ത് പറയുന്നതെന്ന് ഐ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. ഞാൻ ആൾക്കാരെ എന്നെ നോക്കുമെന്ന് പറഞ്ഞിട്ടല്ലോ ഞാൻ മുന്നോട്ട് ഇറങ്ങി വന്നത്. ഒരു നല്ല നാളേക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ കൂടെ ഒപ്പം നിന്നു, SITയുടെ കൂടെ, പോലീസുകാരുടെ കൂടെ ഒപ്പം നിന്നു.
അത്രേ ഉള്ളൂ. പക്ഷെ കേസ് പിൻവലിച്ചാലും അവരുടെ ആ ഒരു പരാതിയിൽ ഒക്കെ ചേച്ചി ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ അതിന്റെ ക്ലിപ്പൊക്കെ എൻ്റെ ഉണ്ടല്ലോ. അപ്പൊ ഇതിനൊരു തീരുമാനമായി കഴിഞ്ഞാൽ നാളെ തീർച്ചയായിട്ടും നെക്സ്റ്റ് സെക്കൻഡ് ഞാൻ പ്രൊസീഡ് ചെയ്യും. ഈ പോക്സോ കേസിൽ എനിക്ക് ഗവൺമെന്റ് എന്നോട് തീർച്ചയായിട്ടും എന്നോട് അവര് നീതി കാണിക്കണം. ഈ ഒരു കേസായതുകൊണ്ടാണ് ഇത്ര ഞാൻ പിടിവാശി നിൽക്കുന്നത്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുത്, ഇങ്ങനെ കള്ളക്കേസ് പറയുന്നത്. അപ്പം നാളെ ഇനിയും ഒരുപാട് ജാനറ്റ് മരിയമാരുണ്ടാവും. ഇപ്പം ഈ ഇത്രയും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സഹകരണമൊക്കെ ഉണ്ടായി? ആരും വിളിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഹേമ കമ്മിറ്റിന്നോ WCCന്നോ ആരും വിളിച്ചിട്ടില്ല ഈ നിമിഷം വരെ. അതെന്തുകൊണ്ടായിരിക്കും? കാരണം സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന എനിക്കറിയില്ല സംഘടന എന്തുകൊണ്ടായിരിക്കും ചേച്ചിക്ക് തോന്നുന്നത്? അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയാ ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെന്തിനാണ് ഈ ഒറ്റയ്ക്ക് കിടന്ന് പോരാടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു നടി മുമ്പോട്ട് വന്നിരുന്നു. കാരണം 10-15 വർഷമായിട്ട് ഒരു തെളിവുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഇനിയെങ്കിലും അത് പുറത്ത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. അത് കണ്ടിരുന്നു ചേച്ചി? അത് വെറുതെ പറയുന്നതാ, അതിലൊരു കുന്തവുമില്ല, ചുമ്മാ കാശിന് വേണ്ടി. ഞാൻ ഇപ്പൊ പറയും എന്റെ തെളിവുണ്ട് കുറെ 2 മാസമായി പറയാൻ തുടങ്ങിയിട്ട്. എന്താ പറയാത്തത്? അപ്പൊ ഇങ്ങനെ കാണിക്കുന്ന അവരുടെ അപ്പൊ അവരൊക്കെ പേടിച്ച് വിളിച്ച് കാശ് കൊടുക്കാൻ. ചേച്ചിക്ക് എന്താ അത്ര ഉറപ്പ്? അതായത് തെളിവുകളൊന്നും ഇല്ല, അത് കാശിന് വേണ്ടിയിട്ടാണെന്നുള്ളത്? അതെനിക്കറിയാം. പുള്ളിയുടെ ഫീൽഡ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പുള്ളിക്കാരിനെ പലരും പീഡിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പുള്ളിക്കാരത്തേക്ക് വേണ്ട അവരെ കൊടുക്കുകയല്ല, മര്യാദക്ക് അന്ന് തന്നെ പീഡിപ്പിച്ചതിനുള്ള പൈസ തന്നു, അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ പേരൊക്കെ പറയും. ഇതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. ചേച്ചിക്ക് ഇതുപോലെ എന്തെങ്കിലും പൈസയൊക്കെ ഈ നമ്മൾ പരാതി കൊടുത്തവര് പറഞ്ഞിട്ടുണ്ടോ? പൈസയൊക്കെ 25 lakhs വരെ ഓഫർ ചെയ്ത കേസ് പിൻവലിക്കാനൊന്നും തയ്യാറായില്ല. അത് ആരൊക്കെയാണ് ആ ഓഫേഴ്സ്? അത് പറയത്തില്ല. അത് ഞാൻ പോലീസിൽ പറഞ്ഞു, അവർക്കെതിരെ കേസ് കൊടുത്തു. അങ്ങനെ ഒന്ന് ശരിക്കും ആ പൈസ ഇതിലും ഒന്നും വാങ്ങിച്ചിട്ടേ ഇല്ല ചേച്ചി? ഇല്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും ഫാമിലിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലി ഒന്നും സപ്പോർട്ടൊന്നും ചെയ്തില്ല. അവർക്ക് എഗെയിൻസ്റ്റ് ആണ്. അവർക്കാർക്കും താല്പര്യമില്ല കേസ് കൊടുക്കാനോ? അതോ കേസ് കൊടുത്താലൊന്നും താല്പര്യമില്ല. എന്തിനാ വെറുതെ ചുറ്റുവലിയൊക്കെ മര്യാദയ്ക്ക് ഇരുന്നൂടെ? നിനക്കെന്താ? പക്ഷെ നിനക്ക് ദുരന്താനുഭവം ഉണ്ടെങ്കിൽ അവന്മാരോടൊക്കെ ദൈവം ചോദിച്ചോളും. നിനക്ക് ദൈവം ഒന്നും കുറവ് വെച്ചിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നത്. അവരെ വെച്ചിട്ടുണ്ട് അവർ ദൈവം കൊടുക്കും. അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ദൈവം കൊടുത്തോളും. നീ എന്തിനാ എപ്പോൾ പറയാൻ പോകുന്നത്? നീ അങ്ങനെ വിഷമിച്ചിട്ട് നിന്നെ ദൈവം കാത്തില്ലേ? നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇതിന് ശേഷം എന്തൊക്കെ, അതായത് ഇപ്പം പോക്സോ കേസിന് ഒരു നടപടി ഉണ്ടാവുന്നത് വരെ ചേച്ചി ഇപ്പൊ 3 ദിവസം വെയിറ്റ് ചെയ്യുവാണ്. ഇത് എന്തൊക്കെ കാര്യങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് ചേച്ചി പ്രതീക്ഷിക്കുന്നത് ഈ 3 ദിവസത്തിനുള്ളിൽ? അവൾക്കെതിരെ നടപടി എടുക്കണം. ഈ പറഞ്ഞ പോക്സോ പറഞ്ഞ പെൺകുട്ടിക്കെതിരെ അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നെല്ലാം തിരക്കണം. അവൾ ഇതിനു മുമ്പും ഒരു ചെറുക്കനെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട് ഞാൻ കാരണം. അവൾ പറഞ്ഞു, എൻ്റെ ചേച്ചി ഒരു ദിവസം ഞാൻ ചെന്നൈയിൽ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ചേച്ചി എന്നെ ഒരാൾ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ നാളെ ഓടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാ? അത് എന്ത് പറ്റി? അവനെ പ്രേമിക്കാത്തത് കൊണ്ട്. അപ്പം ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്തു എറണാകുളത്ത്. കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് പെട്ടെന്ന് ഞാൻ ചെന്നൈക്ക് പോയി. അപ്പം സാർ എങ്ങോട്ടോ ഫോർവേഡ് ചെയ്ത് കൊടുത്തു, എങ്ങോട്ടൊന്നും ഓർമ്മയില്ല. പിന്നെ കേൾക്കുന്നത് ആ ചെറുക്കനെ പിടിച്ചകത്തിട്ടു. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ഐ റിയലി ഫീൽ ഗിൽറ്റി. അതൊരു കള്ളക്കേസായിരുന്നു. അതും കള്ളക്കേസായിരുന്നു. അപ്പം ഇവളെ ശരിക്കും പിടിച്ച് ടെസ്റ്റ് ചെയ്യണം. ഇപ്പം ഒരു പക്ഷേ ആ ചെറുക്കൻ്റെ കണ്ണുനീരായിരിക്കും ഇന്ന് എനിക്ക് വന്നത്. ഞാൻ അറിയാതാണല്ലോ കൊണ്ടേ കേസ് കൊടുത്ത് എന്താ സംഭവം, ശരിക്കുള്ള സംഭവം അറിയാതെ. കുഞ്ഞ് അവൻ നിരപരാധിയായിട്ട് കടന്നില്ലേ 3 മാസം. അപ്പം ഇങ്ങനെയുള്ള ഇത്രയോ ദുഷ്ടയായ ഈ സ്ത്രീയെ വെറുതെ, കാരണം എന്താണെന്നറിയോ, ഞാൻ ഫൈനാൻഷ്യലായിട്ട് സഹായിക്കുക മാത്രമാണ് ഇവ ചെയ്തേക്കുന്നത്. ഈ കൊച്ചു ആത്മഹത്യ കടന്നു കേട്ട് എൻ്റെ അമ്മ പറഞ്ഞ് മരിച്ചു പോട്ടെ, രക്ഷിക്കരുതെന്ന്. എന്നിട്ടും ഞാനും എൻ്റെ മോളും കൊണ്ട് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ആക്കി നിപ്പിൽ പൈസ കെട്ടാൻ പറഞ്ഞു എന്നോട്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടാനാണ്. ഞാൻ എൻ്റെ കാതിലെ കമ്മല് വിറ്റ് ഞാൻ അവിടെ കാശ് കൊടുത്ത് ഈ കൊച്ചിനെ രക്ഷിച്ചതാണ്. അത് കഴിഞ്ഞ് എന്തെല്ലാം സഹായമാണ്, ഫൈനാൻഷ്യലായിട്ട് സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഒരു കൊച്ച് ഇത്രയും ക്രൂരത ചെയ്യണമെങ്കിൽ ഇനി ഇവളെ വെറുതെ വിടാൻ പാടില്ല. ഇനി ഇത്രയും നന്ദിയില്ലാത്തൊരു സ്ത്രീയാണത്. ഇനി അവളത് ഒരു കോംപ്രമൈസും അർഹിക്കുന്നില്ല എൻ്റെ സൈഡിൽ നിന്ന്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരുപാട് വലിയ നടികളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരാരും ഒരു പരാതിയായിട്ട് മുമ്പോട്ട് വന്നിട്ടില്ല. ചേച്ചിയും അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രമാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് നിങ്ങൾക്ക് മാത്രമുള്ള ബുദ്ധിമുട്ടാണോ അതോ അവരൊന്നും വരാത്തതാണോ? എന്താണ് ചേച്ചിക്ക് തോന്നുന്നത്? അവർക്കും ഒന്നും വരാൻ പറ്റത്തില്ല. കാരണം അവർക്കൊക്കെ ഫാമിലിയും അവർക്ക് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്, പറയാൻ പാടില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ വിടത്തില്ലായിരുന്നു. ഞാൻ ആരോടും ചോദിക്കാതെ നിൽക്കാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നത്. അപ്പം അവരോട് ഒരു ഇങ്ങനെ ആവശ്യം ഞാനൊന്ന് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്നേ പറയുള്ളൂ. എല്ലാവരോടും ഉടക്കിയായിരുന്നു.
അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊന്നും എല്ലാവരും ഫാമിലി ആയിട്ട് അറ്റാച്ച് ആയിരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ പുറത്ത് പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും. അവരുടെ കുടുംബം അന്ന് അവരെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കല്യാണം കഴിച്ച് ഭർത്താക്കന്മാരുടെ കൂടെയാണ്. അപ്പോൾ അവർക്ക് പറയാൻ പറ്റുമോ? അവരുടെ ഫാമിലി തകതിയല്ലേ. 2, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളാണ്. അവർ പറഞ്ഞാൽ നാളെ നല്ലൊരു വിവാഹ ബന്ധം വരും അവർക്ക്. നമ്മൾ അതൊക്കെ ചിന്തിക്കണം. ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ അങ്ങ് വന്ന് എല്ലാവരും അടിപ്പെട്ടവരാ, പക്ഷെ തുറന്നു പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ ഈ ഒരു 2 കേസിന്റെയും ഭാവി എന്തായിരിക്കും എന്നാണ് ചേച്ചിയുടെ ഒരു പ്രതീക്ഷ? നീതി കിട്ടുമെന്നാണോ? ഏത് കേസാ? ഈ ഒരു പോക്സോ കേസും അതേപോലെ മറ്റ് നടന്മാർക്കെതിരെ കൊടുത്ത കേസിന്റെയും. പോക്സോ കേസിൽ നീതി നേടിയെടുക്കും. ഈ ഇവരുടെ കേസൊക്കെ എങ്ങനെ പോകും എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. അതിപ്പം ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരായതുകൊണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിലും അത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും.